രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ധന വിതരണത്തെ ചൊല്ലി ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിനും വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കുമിടയിൽ ഊർജ്ജ സംരക്ഷണ രീതികൾ സ്വീകരിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകളോടും പൗരന്മാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്റെ വാഹന വ്യൂഹത്തിന്റെ വലുപ്പം ഗണ്യമായി കുറച്ചു. വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശവും നൽകി. SPG പ്രോട്ടോകോൾ അനുസരിച്ച് ആവശ്യ സുരക്ഷാ ഘടകങ്ങൾ നിലനിർത്തിയാണ് ഈ നീക്കം നടപ്പിലാക്കിയത്. പുതിയ വാഹനങ്ങൾ വാങ്ങാതെ സാധ്യമാകുന്നിടത്തെല്ലാം തന്റെ വാഹനവ്യൂഹത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്തണമെന്നും മോദി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയും ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണ വിപണികൾ അസ്ഥിരമായി തുടരുന്ന സമയത്താണ് ഈ നീക്കം. സെക്കന്ദരാബാദിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് ഇന്ധന പ്രതിസന്ധി നേരിടാൻ പുതിയ വഴികൾ തേടണമെന്ന് മോദി പൗരന്മാരോട് പറഞ്ഞത്. മെട്രോ സൗകര്യമുള്ള നഗരങ്ങളിൽ ആളുകൾ മെട്രോ യാത്രകൾ മുൻഗണന നൽകണമെന്നും സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കണമെന്നും മോദി ജനങ്ങളോട് പറഞ്ഞു. കോവിഡ് കാലത്തെ പോലെ വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ, വീഡിയോ കോൺഫറൻസുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.